ഇവിടെ കാണുന്നത് മേഘം പൊങ്ങുമ്പോൾ ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്യും? ആ മേഘത്തിൻ്റെ കൂടെ സഞ്ചരിക്കുക. മേഘം എവിടെ നിൽക്കുന്നോ അവിടെ നിന്നോണം. ചിലപ്പോൾ ഒരു ദിവസം ആയിരിക്കാം, 2 ദിവസമായിരിക്കാം, 1 മാസമായിരിക്കാം. പക്ഷെ എന്ന് നിൽക്കുന്നോ അവിടെ യാത്ര അവിടുന്ന് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ഇവരെ മുൻപിലേക്ക് നയിച്ചത് ഈ മേഘമാണ്. ഹല്ലേലൂയ. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, മേഘമാണ് ഇവരെ മുൻപിലേക്ക് നയിച്ചത്. അവർ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച ശേഷം അവർ സമാഗമന കൂടാരത്തിൻ്റെ പണിയാണ് ആദ്യം ചെയ്തത്. അവർ ഏറ്റവും മുഖ്യമായിട്ട് അവർ ചെയ്ത കാര്യം എന്താണ്? ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുവാൻ തക്കവണ്ണം ഒരു സമാഗമന കൂടാരം പണിയുകയാണ്. പക്ഷെ ദൈവം പറഞ്ഞ മാതൃകയിൽ, എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, ദൈവം പറഞ്ഞ മാതൃകയിൽ ചെയ്തപ്പോഴാണ് മേഘം ഇറങ്ങി വന്നത്. പകൽ വെളിപ്പെടുന്നത് എന്താണ്? പകൽ വെളിപ്പെടുന്നത് മേഘസ്തംഭമാണ്. ശക്തമായി വെയിലുണ്ട്, ശക്തമായി ചൂടുണ്ട്. ഈ ചൂടത്ത് 40 വർഷമാണ് ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലായിരുന്നത്. മേഘം പൊങ്ങുന്ന സമയത്ത് ചിലപ്പോൾ ഒരു താഴ്വരയായിരിക്കാം, ചിലപ്പോൾ ഒരു മുള്ളായിരിക്കാം, എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം. പക്ഷെ മേഘം പൊങ്ങുമ്പോൾ ഇസ്രായേൽ മക്കൾ യാത്ര മുൻപിലേക്ക് പോകുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ മുൻപിലേക്ക് പോകുമ്പോൾ അവരുടെ മുൻപിൽ മുള്ളുകൾ വിഷയമല്ല, താഴ്വരകൾ വിഷയമല്ല, കുഴികൾ വിഷയമല്ല. അവരുടെ യാത്ര സുഗമമാകുകയാണ്. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? ഹല്ലേലൂയ. നമ്മുടെ മുൻപിൽ വഴികൾ തുറക്കപ്പെടണമെങ്കിൽ നമ്മൾ ദൈവ സാന്നിധ്യത്തിൽ നടക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. മേഘം പൊങ്ങുന്നത് സെൻസ് ചെയ്യുന്നതിൽ കൂടി നിങ്ങളുടെ മുൻപിലേക്കുള്ള യാത്ര ഒരിടത്തെ കെട്ടപ്പെട്ട് കിടക്കുകയല്ല, എന്നാൽ മുൻപിലേക്ക് യാത്ര പുറപ്പെടുവാൻ തക്കവണ്ണം നിങ്ങളുടെ മുൻപിൽ വഴികൾ തുറക്കപ്പെടാൻ പോകുകയാണ്.